നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. നമ്മുടെ ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടോപ്പിക് സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഇടൂ കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് എന്താ കാണാൻ ആഗ്രഹം താഴെ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, എന്ത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം? ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ പറയുന്ന റീഡിങ്ങിൽ ഓക്കെ, ഞാൻ കുറേ അഡ്വൈസ് ആയിട്ട് ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ഓക്കെ, നമുക്ക് ഞാൻ ചില റെമഡീസ് കൂടി ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. ലൈക്ക് സ്വിച്ച് വേർഡ്സ്, നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ കുറച്ചുകൂടി സ്വിച്ച് വേർഡ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോസ് ഉണ്ട്, എൻ്റെ താരാമന്ത്ര ഒക്കെ ഉണ്ട്. അത് കേട്ട് കേട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനെ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെയൊക്കെ പോയി കാണാം. അതിനിപ്പോൾ ലിങ്ക് ഞാൻ എപ്പോഴും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇടാൻ ഓർമ്മ വയ്ക്കേണ്ടി വരും, ഓരോ ലിങ്കും ഇവിടെ ഷെയർ ചെയ്യാൻ. ഓക്കെ, തിരിഞ്ഞുണ്ടോ നോക്കിയതാണ്. ഇല്ല, ഓക്കെ, ശരി. എന്തായാലും നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ നിൽക്കണോ അതോ വിട്ടു പോകണോ, വിട്ടു മാറി പോകണോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിൽ ആക്ച്വലി സ്റ്റാർട്ടിങ് ഇതിൽ തന്നെ ആയിക്കോട്ടെ. ഈ ഡെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടാരോയിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി എടുക്കും. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യണോ, വല്ല ഹോപ്പ് ഉണ്ടോ, എന്താവും എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ, വെയിറ്റ് ചെയ്യണോ? ഓക്കേ, നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് കൂടി ഒന്ന് പോയി കേട്ടോളൂ കേട്ടോ. അതിലും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ഉണ്ടായിരുന്നു. മേ ബി കണക്ട് ആവുമോ എന്നറിയില്ല. എന്തായാലും ഡിസ്റ്റോർട്ടഡ് മാസ്കുലൈൻ, ഇവിടെ ഡിസ്റ്റോർട്ടഡ് മാസ്കുലൈൻ ഉണ്ട്, ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ ഉണ്ട്. ഓക്കെ, മാസ്കുലൈൻ ഫെമിനൈൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഏത് എനർജിയിലാണോ, അതായത് നിങ്ങൾ കാണുന്ന ആള് ഓക്കെ, എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾ കാണുന്ന ആൾ മെയിൽ ആണെങ്കിൽ നിങ്ങൾ ഇതിനെ ഡിസ്റ്റോർട്ടഡ് മാസ്കുലിൻ എന്ന് എടുത്തോളാം. നിങ്ങളുടെ പേഴ്സൺ ഫീമെയിൽ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ നമ്മളിത് കറണ്ട് സിറ്റുവേഷനാണ് നോക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് റീസെൻറ്റ് പാസ്റ്റ് എന്ന രീതിയിൽ പറയാം നമുക്ക്. ഒരുപാട് ബാക്കിലേക്ക് എന്നല്ല, ഇതുവരെ നിങ്ങൾ ഒരു ഡിസ്റ്റോർട്ടഡ് ഫെമിനിൻ എനർജിയിലായിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ചേസിങ് ചെയ്യാം. ഓക്കെ, ചേസിങ് ചെയ്യാം, വല്ലാതെ കോഡിപ്പെൻഡൻ്റ് ആവാം. ആ പേഴ്സൻ്റെ പിന്നാലെ മെസ്സേജ് അയച്ച് നിങ്ങൾ എനിക്ക് തിരിച്ച് മെസ്സേജ് റിപ്ലൈ തരുന്നില്ല, അല്ലെങ്കിൽ അവർ ഓൺലൈൻ വന്നോ പോയോ നോക്കുക, സ്റ്റോക്കിങ് ചെയ്യാം. വല്ലാതെ ക്ലിങ്ങി ആവാം. ക്ലിങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അവരെ പിടിച്ചു വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, അവരെന്ത് ചെയ്യുമ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവരെ ഓൺലൈൻ വന്നോ പോയോ, വേറെ ആർക്കെങ്കിലും മറ്റേ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ കമൻറ്റ് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ നോർമൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ആരെയും ഞാൻ സ്പെസിഫിക് ആയിട്ടല്ല പറയുന്നത്, എല്ലാവരും ഐ തിങ്ക് ഇത് കുറേ പേര് കോമൺ ആയിട്ട് ഇപ്പോൾ ഉള്ളതാണ്. നിങ്ങൾ അവരെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കാം. എനിക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. അതായത് അവർ നിങ്ങളെ മെസ്സേജ് ചെയ്തില്ലെങ്കിൽ അപ്പോഴേക്കും നിങ്ങൾക്ക് ഡൗട്ട് വരിക, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള തോന്നൽ വരിക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാം ഒരു ഓവർ ഡിപ്പെൻഡൻസി, കോ ഡിപ്പെൻഡൻസി, നിങ്ങളൊരു ട്രസ്റ്റ് ഇല്ലാത്ത പോലെ. ഓക്കെ, അവർ ട്രസ്റ്റ് ഇല്ല, സ്നേഹം ഉണ്ടോ എന്നുള്ള വിശ്വാസമില്ല നിങ്ങൾക്ക്. അങ്ങനെ പല കാര്യങ്ങൾ നെഗറ്റീവായിട്ട്. ഓക്കെ, അതാണ് ഡിസ്റ്റോർട്ടഡ് ഫെമിനിൻ എന്ന് പറയുക. നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. അവരൊരു മെസ്സേജ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, അങ്ങോട്ട് 10 മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ മെസ്സേജിൻ്റെ മേലെ അയച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ പലതും ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. ഓക്കെ, ബട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇപ്പം നമ്മൾ ഇത് വിട്ടു പോകണോ നിങ്ങളെ എന്നാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി അതിനുള്ള സ്റ്റെപ്സ് ചിലപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം. ഓക്കെ, ഈ കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നത് ഓക്കെ, നിങ്ങളെ ലൈഫ് പർപ്പസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളെ ഈ ഡിസ്റ്റോർട്ടഡ് ഫെമിനിൻ മാറ്റിയിട്ട്
നിങ്ങളെ ഒരു ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ സെൽഫ് വർത്ത് റിയലൈസ് ചെയ്യാതെ പറയാം. ഓക്കെ, നിങ്ങൾ ഒന്ന് ഗ്രോ ആവാൻ വേണ്ടിയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, നിങ്ങളൊരു ലൈഫ് പർപ്പസ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഈ ഒരു ബന്ധം, ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല നിങ്ങളുടെ ലൈഫ്, അത് നിങ്ങളെ റിയലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ റിലേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളൊരു ലൈഫ് പർപ്പസ് ഉണ്ട്. നിങ്ങളുടെ ഉള്ളിലൊരു ലൈക്ക് ഒരു ഈ ഡിസ്റ്റോർട്ടഡ് ഫെമിനി, നമ്മളിപ്പോൾ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ട്, ആ പേഴ്സൻ്റെ മേലെ മുഴുവൻ ചെളി അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ കവർ ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ എന്താവും? ഓക്കെ, അവരുടെ ഉള്ളിൽ നിന്നൊരു ഷൈൻ പുറത്ത് വരും അല്ലേ? ആ ഷൈൻ പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. നിങ്ങളെ ഫോർഗിവ്നെസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. ഒരാളെ, കാരണം നിങ്ങൾ അത്രത്തോളം അവരെ അൺകണ്ടീഷണലി സ്നേഹിക്കാൻ പഠിക്കും. ശരിക്കും പറഞ്ഞാൽ ക്ഷമ പഠിക്കും. ഓക്കെ, ക്ഷമിക്കുക എന്ന് മാത്രമല്ല, ക്ഷമ പഠിക്കും, പേഷ്യൻസ് പഠിക്കും. നമ്മൾ അവരെന്തൊക്കെ ചെയ്താലും അവരെ വിട്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ മനസ്സിൽ അവരോടുള്ള സ്നേഹം ഒരിക്കലും അവസാനിക്കില്ല. അവർ നിങ്ങളോട് തെറ്റ് ചെയ്താലും ശരി, നിങ്ങളെ ചീറ്റ് ചെയ്താലും ശരി, നിങ്ങളെ വേദനിപ്പിച്ചാലും ശരി, എന്തൊക്കെ പറഞ്ഞാലും ശരി, ഓക്കെ, അവർ നിങ്ങൾക്ക് അവർക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കും. അവരെ വീണ്ടും വീണ്ടും നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അവരെ മാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അത് വേറൊരു ആളോടൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെ ഇതേപോലെ വേറെ ആരെങ്കിലും ഒക്കെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ എടുത്തടിച്ച് മുഖത്തടിച്ച് 2 വർത്തമാനം പറഞ്ഞ് അവിടെ നിന്ന് വിട്ടുപോകും. പക്ഷേ ഈ ആളുടെ അടുത്ത് മാത്രം, ഈ ആളെന്ന് പറയുന്നില്ല, ഈ പേഴ്സൻ്റെ അടുത്ത് മാത്രം, അതിപ്പോൾ ലേഡി ആയാലും ജെൻസ് ആയാലും, നിങ്ങൾക്ക് അവരുടെ അടുത്ത് മാത്രം, പക്ഷെ നിങ്ങളുടെ ആ ഒരു ഇതൊന്നും നിങ്ങൾ ചെയ്യില്ല, നിങ്ങൾക്ക് അവരെ മാപ്പ് കൊടുക്കാൻ സാധിക്കും മനസ്സുകൊണ്ട്. ഓക്കെ, കാരണം ഇത് ഒന്നാമത് യിൻ ആൻഡ് യാങ് ആണ്. യിൻ ആൻഡ് യാങ് എന്ന് പറയുമ്പോൾ സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ പരസ്പരം പൂർത്തിയാക്കുന്ന ഒരു കണക്ഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അത്രത്തോളം ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ. എന്നാലും പക്ഷേ ഈ ചേസിങ് ഒന്നും നിർത്തൂല, അത് വേറെ കാര്യം. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങൾ അത്രത്തോളം പരസ്പരം പൂർത്തിയാക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തി എന്താ ചിന്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അവരെന്ത് ചെയ്യുമെന്നെല്ലാം നിങ്ങൾക്കറിയാം. എന്നാലും ഒരു അവിടെ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ റീപാരന്റിങ് യുവർ സെൽഫാണ്. എന്ന് വെച്ചാൽ ഒന്നാമത് നിങ്ങളുടെ ചെറുപ്പകാലം തൊട്ട് മേ ബി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു കെയർ നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, മറ്റുള്ളവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു വില തരാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ എവിടേക്കോ നിങ്ങൾ അവനവനെ കെയർ ചെയ്യേണ്ട, സെൽഫ് ലവ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഓക്കെ, സെൽഫ് ലവ് ചെയ്യുക. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കെയർ ആഗ്രഹിക്കുന്നത് നമ്മൾ സാധാരണ ആരുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുക? പാരൻസിൻ്റെ അടുത്ത് നിന്ന് അല്ലേ? അപ്പോൾ അതേ കെയർ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്, നമ്മുടെ ലൈഫിൽ വേറൊരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്നേഹം അതൊന്നും ഒരിക്കലും ഒരുപാട് കാലം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. സമയവും സാഹചര്യവും സൗകര്യമൊക്കെ അനുസരിച്ച് കുറേയൊക്കെ അത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആവും. അപ്പോൾ നമ്മളത് എന്തെങ്കിലും കുറച്ച് ഒരു മാറ്റങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ വല്ലാതെ അപ്സെറ്റ് ആയി പോകും. അങ്ങനെ അപ്സെറ്റ് ആവാതിരിക്കാൻ എന്താണ് വഴിയുള്ളത്? നിങ്ങൾ അവനവനെ സ്നേഹിക്കുക, അവനവനെ കെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ പാരൻ്റ് ആവാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്നേഹമോ കെയറോ വേറെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവനവന് കൊടുക്കാം. നമ്മളെ ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെ നമ്മളെ കെയർ ചെയ്യും, അതേപോലെ നമ്മൾ അവനവനെ കെയർ ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ സെൽഫ് ലവ് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് ആക്ച്വലി ഫോർഗിവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ക്ഷമ പഠിക്കുള്ളൂ, നിങ്ങളൊരു പേഷ്യൻസ് പഠിക്കുള്ളൂ, നിങ്ങൾക്ക് മറ്റുള്ളവരെ മാപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, നിങ്ങൾ അവനവനെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഓപ്പൺ ആവും, ഹാർട്ട് ഓപ്പൺ ആവും. നിങ്ങളുടെ ഈ ഒരു ഹാർട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയും, നമ്മുടെ ചുറ്റുമുള്ള എല്ലാം നമുക്ക് സ്നേഹിക്കാൻ കഴിയും. ഈ ഒരു വ്യക്തിയെ മാത്രമല്ല, ഓക്കെ, ആ ഒരു വ്യക്തിയോടുള്ള ഒരു സ്നേഹം നിങ്ങൾക്കത് മനസ്സിലാക്കി തരും. എന്നിട്ട് എൻ്റെ ഉള്ളിൽ ഇത്രയും സ്നേഹമുണ്ട്, ആ സ്നേഹം എനിക്ക് എത്ര പേർക്ക് കൊടുക്കാം, എനിക്ക് എത്ര പേരെ എനിക്ക് ഒരു സഹായിക്കാൻ കഴിയും, എത്ര പേരെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റും, എത്ര പേരെ ഇതുപോലെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടാവും, അവർക്കൊക്കെ എനിക്കൊരു സഹായമാവാൻ കഴിയും. അങ്ങനെ ഒരു ലൈഫ് പർപ്പസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഫോർഗിവ്നെസ് ചെയ്യാൻ പഠിക്കുക, ഒന്നാമത്തെ കാര്യം. ഓക്കെ, റീപാരന്റിങ് യുവർസെൽഫ്, നിങ്ങൾ അവനവനെ സ്നേഹിക്കുക, അവനവനെ കെയർ ചെയ്യുക, ആൻഡ് നിങ്ങളുടെ വർത്ത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ മനസ്സിലാക്കുക, സെൽഫ് വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാനിതൊക്കെ ആക്ച്വലി ഇത് ടാരോ എടുക്കുന്നതിന് മുമ്പ്, ടാരോ ആയിരുന്നു ആദ്യം എടുക്കേണ്ടത് തോന്നുന്നു. എനിവേ പോട്ടെ. അപ്പം നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇപ്പോൾ കാണുന്നത്, നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് ആദ്യത്തെ കാര്യം. പക്ഷെ നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട് നിങ്ങളിൽ തന്നെ എന്നുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ടാരോന്ന് കൂടി ഞാൻ ബാക്കി പറയാം. ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ അത്രയും സ്ട്രോങ് ഒരു കണക്ഷനാണ്. നിങ്ങൾക്ക് അത്ര വേഗം തന്നെ വിട്ടുപോകാനൊന്നും സാധിക്കില്ല. ചില ലെസൺസ് നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ളതാണ്.
ഓക്കെ, അത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് മാറി പോവുമായിരിക്കാം, പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി ഞാൻ ടാരോ ഒന്ന് കൂടി എടുത്തേക്കാം. 10 of swords, Page of wands, 10 of wands. Okay, chariot, 2 of swords, strength, emotional. Actually, റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇവിടെ കാണുന്നത് എനിക്ക് അങ്ങനെയാണ്. ഓക്കെ, വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട എന്നുള്ളതാണ്. എനിക്ക് ആ കണക്ഷൻ തിരിച്ചു വരുമോ എന്നുള്ളത് ഞാൻ പറയാം. കണക്ഷൻ വീണ്ടും റീസ്റ്റാർട്ട് ആവുമോ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഒരു ഡെസിഷൻ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനാണ്. ഇതെല്ലാവർക്കും ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, ഇതെല്ലാവർക്കും മാച്ച് ആവില്ല. പക്ഷെ മേ ബി നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്ക് ഇത് മാച്ച് ആവും. ഓക്കെ, ഒരു സ്പിരിച്വൽ പർപ്പസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. അതുകൊണ്ടാണ് നിങ്ങളുടെ അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളോട് തൽക്കാലം പറയുന്നത് മൂവ് ഓൺ ചെയ്യാനാണ്. ഓക്കെ, മൂവ് ഓൺ ചെയ്തു പോവുക. കാരണം നിങ്ങൾ ഇതിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് കൺഫ്യൂഷൻ അനുഭവിക്കുന്നുണ്ട്, ഇമോഷണൽ ആവുന്നുണ്ട് വല്ലാതെ. വേറൊന്നും കൊണ്ടല്ല. ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സെപ്പറേഷൻ നിങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, ടോട്ടലി മൂവ് ഓൺ ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, ഒരു സെപ്പറേഷൻ നല്ലതാണ് ഇപ്പോൾ. കാരണം നിങ്ങളിപ്പോൾ അവനവന്റെ മേലെ വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, നമ്മൾ ആലോചിച്ച് നോക്കാം, ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? അവിടെ കിട്ടുന്ന സമാധാനം, ഒരു സ്നേഹം, സന്തോഷം, നിങ്ങൾ ലൈറ്റായിട്ട് ഫീൽ ചെയ്യണം അല്ലേ? നിങ്ങൾ ഒരു ഇങ്ങനെ എന്താ പറയുക, ഒരു ഫെദർ പോലെ നിങ്ങൾക്ക് ലൈറ്റ്നെസ് ഫീൽ ചെയ്യണം, മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കണം. അതില്ലാതെ വെറുതെ ഈ ഫുൾ ടെൻഷനൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് ഇമോഷണലായി കൺഫ്യൂഷനായി തളർന്നു ഇരിക്കുന്ന ഒരവസ്ഥ, അത് നല്ലതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ എന്താണ് കാര്യമുള്ളത്? അങ്ങനെ ഒരു ബന്ധം നിങ്ങളുടെ മാത്രമല്ല പേഴ്സന്റെ ആയാലും. ഓക്കെ, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചും ഇതാക്കിയിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവരും ഇതേപോലെ കുറച്ചെങ്കിലും നിങ്ങൾ അവരോട് പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ അവർക്കും ഒരു വിഷമമുണ്ടും ഫീലിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? ഓക്കെ, എന്ത് തന്നെ ആയാലും ശരി, ഇത് ഐ തിങ്ക് ഇപ്പൊ നിങ്ങളോട് പറയുന്നത് ഒരു മാറിപ്പോക്ക് നല്ലതാണ്. ഓക്കെ, ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഇപ്പൊ നല്ല ഇനാണ് വന്നിട്ട്, അങ്ങനെ സെപ്പറേഷൻ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് നല്ല ഇനാണ്. ഓക്കെ, നിങ്ങളായിട്ട് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ്, കുറച്ച് മൂവ് ഓൺ ചെയ്തോളൂ. ഇത് തിരിച്ചു വരുമല്ലേ എന്ന് ഞാൻ പറയാം. പക്ഷെ ഇപ്പൊ തൽക്കാലം ഐ തിങ്ക് ആ ഒരു സെപ്പറേഷൻ ആവശ്യമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്, സെൽഫ് ലവ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ. ഓക്കെ, സെൽഫ് ലവ് ചെയ്യണം. നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക ആദ്യം, അവനവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മേ ബി ഹെൽത്ത് ഒക്കെ ബാധിക്കപ്പെടുന്നുണ്ട്, ബിക്കോസ് അത്രത്തോളം മാനസികമായിട്ട് നിങ്ങൾ തളരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്യൂ എന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ മാറാനുണ്ട്, നിങ്ങൾ ചേഞ്ച് ആവാനുണ്ട്. ആക്ച്വലി ഇപ്പൊ നിങ്ങളുടെ പേഴ്സണും, ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങളുടെ പേഴ്സണും ഇപ്പൊ ഡിസ്റ്റോർട്ടഡ് മാസ്കുലിൻ എനർജിയിലാണ്. ഓക്കെ, അവരും നിങ്ങളുടെ അടുത്ത് മേ ബി കാണിക്കുന്നതൊക്കെ മിററിങ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന അതേപോലെ അവരും തിരിച്ച് നിങ്ങളോട് ചെയ്യും. നിങ്ങൾ അവരെ ഇങ്ങനെ അവർ ചേസ് ചെയ്യുന്നു എന്നല്ല, തിരിച്ചാണ് ഉണ്ടാവുക. നിങ്ങൾ അവരോട് ഇത്രത്തോളം ഇങ്ങനെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു, ഓവറായിട്ട് നിങ്ങൾ അവരിങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവരെ പിന്നാലെ പോകുന്നു, ചേസ് ചെയ്യുന്നു എന്നൊക്കെ തോന്നുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടിപ്പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അവരും ഡിസ്റ്റോർട്ടഡ് മാസ്കുലിൻ എനർജിയിലാണ്, അവരും ഇപ്പൊ നല്ലൊരു എനർജിയിലല്ല. ഓക്കെ, സോ ഇത് ഇപ്പോ നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ സെപ്പറേഷൻ വരുന്നത് നല്ലതിനായിരിക്കും. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ബെറ്റർ ആവാനുണ്ട് ഫസ്റ്റ് ടൈം. ഓക്കെ, നിങ്ങൾ കുറെ നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, നിങ്ങൾ അവനവനെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, നിങ്ങൾ അവനവന്റെ മേലെ ഇപ്പൊ വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. ഇത് മുന്നോട്ട് പോകുമ്പോൾ എന്താവും? വാട്ട് ഇസ് ദ ഫ്യൂച്ചർ? ഈ കണക്ഷന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഓക്കെ, ഗുഡ്. ആക്ച്വലി ഹാപ്പി ഫാമിലിയാണ് കാണുന്നത്. ഓക്കെ, നല്ലൊരു ഫ്യൂച്ചറാണ് കാണുന്നത് എനിക്ക്. നിങ്ങൾ അങ്ങനെ മൂവ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, മേ ബി നിങ്ങൾ കരിയറിലൊക്കെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഗ്രോത്ത് കാണും എന്ന് പറയാം. ഓക്കെ, കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അത് ആക്ച്വലി ഇത് കഴിയുമ്പോൾ ഓക്കെ, നിങ്ങൾ ഈ ഒരു കുറച്ച് നിങ്ങളൊന്ന് മാറിയിട്ട് നിങ്ങൾ അവനവന്റെ ഫാമിലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അവനവന്റെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയാണ്. നിങ്ങൾ തമ്മിൽ ഒരു ഫാമിലി ആവാനുള്ള സാധ്യതയാണ്. നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് ഹാപ്പിനെസ് ഉണ്ട് എന്ന് പറയാം. യെസ്, ഓക്കെ, ഗുഡ്. ഓക്കെ, ആക്ച്വലി യെസ് എടുത്തേക്കാം. ഓ വാവ്,
നല്ല കാർഡ്സ് ഉണ്ട് ഇവിടെ കേട്ടോ. ഓക്കെ, ഞാൻ ഇത് പറയാം. ആക്ച്വലി ഞാൻ ചോദിച്ചത് ആ പേഴ്സൺ നിങ്ങൾ ഇങ്ങനെ ഒരു നല്ലൊരു പവറിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറൊക്കെ ബെറ്റർ ആക്കി നിങ്ങൾ ഹാപ്പി ആയിട്ടൊക്കെ നിങ്ങൾ ഇരിക്കുമ്പോൾ ആ പേഴ്സൺ തിരിച്ചു വരുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. യെസ് ആണ്. ക്വീൻ ഓഫ് വോൺസ്, കിങ് ഓഫ് വോൺസ് ആണ്. സോ കപ്പിൾ ആയിട്ടാണ് കാണുന്നത്. ആ പേഴ്സൺ തിരിച്ചു വന്ന് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് വരെ പ്രതീക്ഷിക്കാം. ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് നിങ്ങൾ ഒന്നിച്ചുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം മുന്നോട്ട്. ഓക്കെ, പക്ഷെ അതിന് നിങ്ങൾ മാറേണ്ട കാര്യമുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്ത് പോയാൽ മാത്രമേ ഐ തിങ്ക് ആ പേഴ്സൺ നിങ്ങളുടെ പിന്നാലെ വരുള്ളൂ. ഓക്കെ, അവർ തിരിച്ചു വരുള്ളൂ. അവരപ്പോഴേ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കും. തിരിച്ചു വരാനുള്ള സാധ്യത ഇവിടെ കാണും. പക്ഷെ അതിന് മുമ്പ് നിങ്ങളൊന്ന് നിങ്ങളെ തന്നെ ഒന്ന് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പൊ അതിന്റെ ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇവിടെ ഐ തിങ്ക് മൂവ് ഓൺ ചെയ്യണോ വേണ്ടേന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. കാരണം ഇതിങ്ങനെ ടോട്ടലി വിട്ടു പോകുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ റിലേഷൻഷിപ്പ്. കാരണം ഇതൊരു വളരെ സ്ട്രോങ് സ്പിരിച്വൽ കണക്ഷൻ ആണ്. നിങ്ങളെ ഒരു ലൈഫ് പർപ്പസിലേക്ക് എത്തിക്കാൻ വന്നതാണ്. അതുകൊണ്ട് ഇത് ചിലപ്പോൾ വിട്ടുപോയി എന്ന് വരില്ല. എന്നാലും നിങ്ങൾക്ക് തൽക്കാലം ഒന്ന് മാറി നിന്ന് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അത്രയെങ്കിലും ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒറക്കിൾ ഡെക്കുന്ന കൂടി ഞാൻ കുറച്ച് മെസ്സേജസ് കൂടി എടുത്തേക്കാം. പോസ്റ്റ്പോൺമെന്റ്, brightness, integration, adventure, traveling, maturity. Yes, we are the world. പ്രൊജക്ഷൻസ്. യെസ്, ഇതാണ് ഞാൻ നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ മിററിങ് ഉണ്ടാവാന്ന് ഞാൻ പറഞ്ഞു അല്ലെ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിനെ ചേസ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ നിങ്ങളെ ചേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചേസ് ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡിൽ പേടികളാണ്. എന്നിട്ട് അവർ നിങ്ങളെ വിട്ടു പോവോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ അല്ലേ. പക്ഷെ അത് നിങ്ങളുടെ പേഴ്സണിനെ കാണുമ്പോൾ അവർക്ക് അതൊരു അവരുടെ ഉള്ളിലെ ചില ഫിയേഴ്സ് ട്രിഗർ ആവുകയാണ്. അവരുടെ ഉള്ളിലെ ചില പേടികൾ, അതായത് ഈ ഇതിൽ ഞാൻ ട്രാപ്പായി പോവോ എന്ന തരത്തിലുള്ള ഒരു പേടികൾ അവരുടെ മൈൻഡിൽ വരും. അപ്പൊ അവര് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, ആക്ച്വലി നിങ്ങൾ ചിന്തിച്ച് അത് ഉണ്ടാക്കുകയാണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയും പറയാം. അതായത് നിങ്ങളുടെ മൈൻഡ് ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. എന്നിട്ട് അവര് എന്നെ വിട്ട് പോകും, അവർക്ക് വേറെ എന്തോ ഉണ്ട്, വേറെ ആരോ ഉണ്ട്, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളുണ്ട്, ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ അവരുടെ മൈൻഡിലേക്ക് കൂടി അത് തന്നെ കാണും എന്നാണ് പറയുക. അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, മിററിങ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് അവരും ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവരത് പ്രവർത്തിക്കുന്നു എന്ന് പറയാം. പോസ്റ്റ്പോൺമെന്റ്, മാറ്റിവെക്കുക, കാര്യങ്ങളെ മാറ്റിവെക്കുക എന്ന രീതിയിലാണ് ഇത് പറയാം. ഞാനിതിവിടെ സിറ്റുവേഷൻ മേ ബി നിങ്ങൾ പലതവണ ആക്ച്വലി വിട്ടുപോകണമെന്ന് ആലോചിച്ചിട്ടുണ്ടാവാം, ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ഐ തിങ്ക് മാറ്റി വെക്കാതിരിക്കുക കാര്യങ്ങളെ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സ്റ്റെപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇനി മാറ്റി വെക്കണ്ട. ഓക്കെ, ആ ആക്ഷൻ നിങ്ങൾ എടുക്കാം. ആൻഡ് റൈറ്റ്നെസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ പോലെ ബെറ്റർ ആവും പിന്നീട്. ഓക്കെ, കാരണം ഇത് ഞാൻ അഗെയിൻ സെയിം കാർഡ് വീണ്ടും നമ്മുടെ സെയിം റെപ്രസെൻറ്റേഷൻ ഇന്ന് തന്നെ അങ്ങ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു എന്താ പറയുക, ആ സോൾ കണക്ഷൻ ആണ് നിങ്ങളുടെ. ഓക്കെ, പരസ്പരം നിങ്ങൾ പൂർത്തീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, അപ്പം നിങ്ങൾ തമ്മിലുള്ള ആ സോൾ കണക്ഷൻ ഉണ്ട് എന്തായാലും. അത് നിങ്ങളെ വിട്ടു പോകുന്നതായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കാണുന്നില്ല. ഞാൻ ചോദിച്ചത് നമ്മൾ വിട്ടു പോകണോ എന്നുള്ള രീതിക്കാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ വിട്ടു പോകുന്നോ അല്ലെങ്കിൽ ഈ റിലേഷൻ ഉണ്ടാവുന്നോ എനിക്ക് തോന്നുന്നില്ല. ഇത് വീണ്ടും വരും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അഡ്വെഞ്ചർ ഉണ്ട്. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഒരു ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് നിങ്ങൾ ചെയ്യാനോ ഒക്കെ ശ്രമിക്കാം. ഓക്കെ, ട്രാവലിംഗ്, യെസ് അഗെയിൻ ട്രാവലിങ്ങും അഡ്വെഞ്ചറും ഉണ്ട്. നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമാണെങ്കിൽ യാത്രകൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ജേണിയെ കുറിച്ചായിരിക്കാം പറയുന്നത്. നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് മെച്യൂരിറ്റി, നിങ്ങൾ കുറച്ചല്പം മെച്യൂരിറ്റി നിങ്ങളിൽ കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ മെച്യൂർഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക, സാഹചര്യങ്ങൾ മനസ്സിലാക്കി, സിറ്റുവേഷൻസ് മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, വി ആർ ദ വേൾഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഓക്കെ ഐ തിങ്ക് ഒരു റിയൂണിയൻ പോസിബിൾ ആണെന്നാണ് എനിക്ക് ഈ കാർഡിൽ മനസ്സിലാക്കുന്നത്. നിങ്ങൾ തമ്മിൽ അവരുടെ ഒരു വേൾഡാണ് നിങ്ങൾ എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ചില ഡിസ്റ്റോർഷൻ ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഇനി ഒന്ന് ബെറ്റർ ആവാനുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് മെച്യൂർ ആവേണ്ടതുണ്ട്. ഇത് രണ്ട് കാർഡും ആക്ച്വലി മെച്യൂരിറ്റിയുടെ തന്നെയാണ്. ബ്രൈറ്റ്നസ് എന്ന് പറയുമ്പോഴും പഴുത്ത് മെച്യൂർ ആവുക എന്നുള്ള രീതിയിൽ പറയാം. ഇതും മെച്യൂരിറ്റി ഇവിടെ ഉണ്ട്. സോ നിങ്ങളിൽ ഒരു മെച്യൂരിറ്റി വരാനുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെ മാറി വരുമ്പോഴേ നിങ്ങളുടെ മാസ്കുലിൻ, നിങ്ങളുടെ പേഴ്സൺ
മാസ്കുലിൻ അല്ലെങ്കിൽ ഫെമിനിൻ എടുത്തോളൂ. ഓക്കെ, നിങ്ങൾ മാറി വരുമ്പോഴേ നിങ്ങളുടെ പേഴ്സണിലും മാറ്റങ്ങൾ കാണുള്ളൂ. ഓക്കെ, കാരണം നിങ്ങൾ എന്താണോ, ആൻഡ് ഇതും ഇതും മിററിങ് എന്ന് പറയാം. നിങ്ങൾ പരസ്പരം നിങ്ങൾ ഒരു ഒരു ഇതിന്റെ എന്താ പറയുക, രണ്ട് ഭാഗം എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് അവർ നിങ്ങളുടെ മുമ്പിൽ അത് കാണിച്ചു തരും. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്നു അതായിട്ട് എന്റെ പേഴ്സൺ എന്നോട് വിലയില്ല, എന്നെ വിലയില്ല, എന്നോട് താല്പര്യമില്ല എന്നൊക്കെ നിങ്ങൾ അവർ ചിന്തിക്കുന്നത് അതേപോലെയാണ്. സോ ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഒരു സെപ്പറേഷൻ ഇവിടെ നല്ലത് തന്നെയാണ്. എന്ന് വെച്ചാൽ ടോട്ടലി വിട്ടുപോകണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു മാറ്റം ആവശ്യമുണ്ട്. ഇവിടെ ഒരു ചെറിയ ചേഞ്ച് ആവശ്യമുണ്ട്. കുറച്ച് മാറി നിൽക്കൽ ഇവിടെ ആവശ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് തൽക്കാലം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ കുറച്ചുകൂടി മെച്യൂരിറ്റി കൊണ്ടുവരിക. നിങ്ങൾ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കാം. അവനവനെ സ്നേഹിക്കുക, കെയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യാം. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ്. എനിക്കറിയാം നിങ്ങൾ അങ്ങനെ പേഴ്സണെ അത്ര എളുപ്പത്തിൽ നിങ്ങൾ വിട്ടൊന്നും പോവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ തൽക്കാലം ഒരു സെപ്പറേഷൻ ഇരുന്നോട്ടെ. ഒരു സെപ്പറേഷൻ, ഒരു ചെറിയൊരു ഒന്ന് മാറി നിൽക്കാൻ നോക്കൂ. ഓക്കെ, വേറൊന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങൾ അവനവനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം യൂസ് ചെയ്യാം. ഓക്കെ, ബ്രേക്ക് ത്രൂകൾ വരും, പോസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു പോസിബിലിറ്റീസ് വരും മുന്നോട്ട്. തൽക്കാലം പക്ഷെ ഒരു ഇവിടെ ബ്രേക്ക് ആവശ്യമാണ്, ബ്രേക്ക് ത്രൂ ആവശ്യമാണ്. ചില സിറ്റുവേഷനിൽ ഒരു മാറ്റം ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങളൊന്ന് അല്പം മാറി നിന്നാലും തെറ്റില്ല. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.